ചിറ്റിക്കോണം ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ മീറ്റിങ്ങിൽ എനിക്കും സംബന്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ആദരണീയരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മറ്റ് സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഈ ദൃശ്യ മാധ്യമത്തിൻ്റെ സഹായത്തോടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിക്കുള്ളിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ ചിറ്റിക്കോണം ബ്രദറൻ സഭയുമായി ഒരാത്മീക ബന്ധം സ്വർഗത്തിലെ ദൈവം എനിക്കും നൽകിയിട്ടുണ്ട്. ആ നിലയിൽ പല പ്രാവശ്യവും ഈ സ്ഥലം സഭയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ സഭയിലേക്ക് വീണ്ടും വരുവാൻ ദൈവം ഇടയാക്കിയത്. ഈ നിലയിൽ ഒരു രാത്രിയിലെ യോഗത്തിനും ദൈവജന വിചിന്തനം ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഞാനൊരു പുതുമുഖമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മെ സ്വർഗത്തിലെ ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളാക്കി തീർത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരിലൂടെ കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്നതായ ആ ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായതിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നുവല്ലോ. നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. വളരെ ആഗ്രഹമുള്ള ഹൃദയവുമായി, വളരെ വാഞ്ചയുള്ള ഹൃദയവുമായി ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം വ്യക്തമായി ഇടപെടുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്പനേരത്തെ വചനവിചിന്തനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തെ 2ആയി തരം തിരിച്ചിരിക്കുകയാണ്. പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദാമിൽ തുടങ്ങി മോശയിൽ തുടങ്ങി അങ്ങനെ അനേക വ്യക്തി പ്രഭാവങ്ങളെ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ നിലയിൽ അനേക വ്യക്തികളെ നമുക്ക് സുപരിചിതമാണ്. കർത്താവായ യേശുക്രിസ്തുവും പുതിയ നിയമത്തിലെ മാറ്റമില്ലാത്ത ഒരു വ്യക്തിപ്രഭാവമായി നിൽക്കുകയാണ്.
ആ നിലയിൽ അനേക വ്യക്തികളെ, വ്യക്തിജീവിതങ്ങളുടെ പാഠങ്ങളെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവർത്തികൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ അധ്യായത്തിലും ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മറ്റാരുമല്ല, ശൗൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞാൽ അതൊരു ചുരുക്കമായി പോകുമെന്നുള്ളത് കൊണ്ട് ശൗലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് തർസൂസുകാരനായ ശൗൽ എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വ്യക്തിയെ അറിയാത്തവരായി ആരും തന്നെ കാണുകയില്ല. പുതിയ നിയമത്തിന്റെ ഏടുകൾ പരക്കെ പരിശോധിക്കുമ്പോൾ ഈ വ്യക്തിപ്രഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ നിയമത്തിന് ഒരു പൂർണ്ണത വരില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായി നിന്ന, സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിന്ന ഈ വ്യക്തിയാണ് പിന്നീട് അപ്പോസ്തലനായ പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിവിധ നിലകളിൽ എടുത്തുപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെ, അതുമാത്രമല്ല ദൈവസഭയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഉപദേശ സംഹിതകൾ എങ്ങനെയാണ് എന്നുള്ള ഇത്യാദി വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ കൈകളിൽ നിന്നും വിരചിതമായി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിലും ഒരു വിശ്വാസിയുടെ ഇന്നലകൾ എങ്ങനെയാണ്, ഇന്നിന്റെ ജീവിതം എങ്ങനെയാണ്, നാളെയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളും അപ്പോസ്തലനായ പൗലോസിനാൽ തന്നെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആകുന്നതിന് മുമ്പ് തനിക്ക് കഴിഞ്ഞ കാലം ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലെ പ്രമേയം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരമാണ് 9-ാമത്തെ അധ്യായത്തിലെ പ്രമേയമായി നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് പുതിയ നിയമത്തിന്റെ ഏടുകൾ പരക്കെ പരിശോധിക്കുമ്പോൾ 3 അധ്യായങ്ങളിൽ ആ നിലയിൽ വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം വായിച്ച വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എഴുത്തുകാരനായ വൈദ്യനായ ധന്യനായ ലൂക്കോസ് തന്റെ അനുവാചകനായ തെയോഫിലോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ശൗലിന്റെ മാനസാന്തരം എന്നുള്ളത്. 22-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ സഹസ്രാധിപനും അശേഷമുള്ള സഹോദരന്മാരോടും തന്റെ ജീവിതം എങ്ങനെയാണ് എന്നും തന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് എങ്ങനെയാണെന്നും തന്റെ ജീവിതത്തിൽ കർത്താവിനെ എങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളതായ അലംഘനീയമായ സംഭവം താൻ വിവരിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് അപ്പോസ്തല പ്രവർത്തികൾ 26-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിൽക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് തന്റെ മാനസാന്തരത്തിന്റെ ചരിത്രം വിവരിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ അപ്പോസ്തല പ്രവർത്തികൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ശൗൽ കാണുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലേ, ഞാൻ അതിങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകാം. ക്രിസ്ത്യാനിത്വത്തെ തച്ചുമുടിക്കുന്നതിന് വേണ്ടി അരയും തലയും മുറുക്കിക്കൊണ്ട് ദമസ്കോസിന്റെ നേർവീഥികളിലേക്ക് ഈ ശൗൽ കടന്നു പോകുകയാണ്. യെരുശലേമിൽ ഈ മാർഗക്കാരായ ആരെങ്കിലും ഉണ്ടോ എന്ന് പരക്കെ പരിശോധിച്ച് അവരെ അടിക്കുകയും അതുമാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ വേണ്ടിയുമുള്ള ഊർജവും ആരവുമുള്ള ഒരു ശൗലിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇങ്ങനെ ദമസ്കോസിന്റെ നേർവീതിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ ശൗലിനെ ദൈവം ഇടപെടുന്നതാണ്, കർത്താവ് ഇടപെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം അവിടെ വായിക്കുന്നുണ്ട്, ആകാശത്തിൽ നിന്നും വലിയ വെളിച്ചവും അതുപോലെ തന്നെ ആകാശത്തിൽ നിന്നും വലിയ ശബ്ദവും ഉണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ
അപ്പോസ്തലനായ പൗലോസ് തന്നെ വിവരിക്കുന്നത് പറഞ്ഞാൽ, നട്ടുച്ച നേരത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അതിനേക്കാൾ കവിഞ്ഞൊരു വെളിച്ചം താൻ കണ്ടു എന്നുള്ളതാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. നാം ഇവിടെ വായിച്ചതും അങ്ങനെ തന്നെയാണ്. വലിയൊരു ശബ്ദം അപ്പോസ്തലനായ പൗലോസ് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദമസ്കോസിന്റെ നേർവീതിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ ശബ്ദം കേട്ടു. തന്റെ കൂടെയുള്ളവർ ആ ശബ്ദം കേട്ടില്ല. ആ ശബ്ദം കേട്ട മാത്രയിൽ താൻ അവിടെ നിലത്ത് വീണു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ നിലത്ത് നിന്നും എഴുന്നേറ്റ് വന്ന ശൗലിനെ ഇനി നാം നോക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തെ തച്ചുമുടിക്കുന്നതിന് വേണ്ടിയുള്ള ചൂരും ആരവും പിന്നീടുള്ള ശൗലിനെ നാം കാണുന്നില്ല എന്ന് കാണുവാൻ കഴിയുകയാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് അഥവാ ശൗൽ നിലത്ത് വീണതിന് ശേഷം പിന്നീട് എഴുന്നേറ്റപ്പോൾ ഈ ക്രിസ്തുവിനെ താൻ കണ്ടതിന് ശേഷം പിന്നീട് ക്രിസ്ത്യാനിത്വത്തെ തച്ചുമുടിച്ചില്ല. പിന്നീട് നാം കാണുന്നത് ഘോരഘോരം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെയൊരു വസ്തുത പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. പലരും ഈ സുവിശേഷത്തെ തച്ചുമുടിക്കുന്നതിന് വേണ്ടി അനേക കാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാരെ പാട്ടകൊട്ടി കളിയാക്കിയിട്ടുണ്ട്. അനേക ദൈവദാസന്മാരെ അടിച്ചോടിച്ചതായ ചരിത്രമാണ് സുവിശേഷത്തിനുള്ളത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ സുവിശേഷത്തെ തച്ചുമുടിക്കുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ സുവിശേഷത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും, ഇന്നും സുവിശേഷം അതിന്റെ വിജയ പതാക ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം ഇന്ന് എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുകയാണ്. തർസോസുകാരനായ ശൗലിനാൽ ഈ സുവിശേഷത്തെ മൂടി വെക്കുവാനോ, ഈ സുവിശേഷത്തെ പിടിച്ചു വെക്കുവാനോ, ഈ സുവിശേഷത്തെ മുടിച്ചു കളയുവാനോ കഴിഞ്ഞില്ല. കാലങ്ങൾ മാറിയൊഴുകിയപ്പോൾ ആ സുവിശേഷത്തിന്റെ സന്ദേശം ഇന്നും അനേക രാജ്യങ്ങളിൽ, അനേക ദേശങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഇന്നും അതിന്റെ ദീപശിഖ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുകയാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് ഇവിടെ ശൗലിന് വലിയൊരു ശബ്ദമുണ്ടായി, വലിയൊരു ശബ്ദം കേട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഈ ശബ്ദം കേട്ട മാത്രയിൽ പൗലോസ് നിലത്ത് വീണു. അങ്ങനെയെങ്കിൽ പൗലോസ് കേട്ടതായ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പൗലോസിനെ മാറ്റിയ ഈ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് വേഗത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നാം അവിടെ വായിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു വെളിച്ചവും അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. നാം ഇവിടെ വായിക്കുന്നത് ശൗലിനെ വിളിച്ചതായ ഒരു ശബ്ദമാണ്. ശൗലിന്റെ പേരെടുത്ത് വിളിച്ചതായ ശബ്ദമാണ്. നാം വായിക്കുന്നുണ്ട്, ശൗൽ ഒറ്റക്കല്ല ദമസ്കോസിലേക്ക് പോകുന്നത്. ശൗലിനോടൊപ്പം ഒരു കൂട്ടം പടയാളികൾ, ചെറുപ്പക്കാർ ഉണ്ട്. എന്നാൽ നാം വായിക്കുന്നത് എന്താണ്? ശൗലിനെ മാത്രം വിളിച്ചതായ ആ ശബ്ദമാണ്. ആ ശബ്ദം ആകാശത്തിൽ നിന്ന് വന്ന ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന സമയത്ത് താൻ കേട്ടതിന്റെ ആ ശബ്ദത്തിന്റെ 1-ാമത്തെ പ്രത്യേകത നമുക്കതിങ്ങനെ പറഞ്ഞു പോകാം. അത് ആകാശത്തിൽ നിന്നുള്ള ശബ്ദമാണ്, അഥവാ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദമാണ്, യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ് ശൗൽ അന്ന് നട്ടുച്ച നേരത്ത് കേൾക്കുവാനായിട്ട് ഇടയായത്. 22-ാമത്തെ അധ്യായം പൗലോസ് തന്നെ വിവരിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. ഈ സംസാരിക്കുന്നവന്റെ ശബ്ദം കൂടെയുള്ളവർ ആരും കേട്ടില്ല, ആ ശബ്ദം ശൗൽ മാത്രമേ കേട്ടുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ശബ്ദം എന്ന് പറയുന്നത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. ആ നട്ടുച്ച നേരത്ത് ശൗൽ കേട്ടതായ ശബ്ദം
ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. അത് ശൗലിനെ വിളിച്ച ശബ്ദമായിരുന്നു. അത് ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട അനേകരെ കുറിച്ച് നമുക്ക് കാണാം. ദൈവം അനേക വ്യക്തി ജീവിതങ്ങളെ വിളിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്ന ശബ്ദമാണ്. എന്താണ്? ഒരു മിന്നലിനോട് ഉപമിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ആ മിന്നലുകളെ പോലെ വെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നതായ ശബ്ദമാണ് എന്നുള്ളത്. ദൈവത്തിന്റെ ശബ്ദം ഇസ്രായേൽ ജനങ്ങൾക്ക് കേൾക്കുവാനിടയായി. ഒരിക്കൽ മരുഭൂ പ്രയാണത്തിലൂടെ കടന്നുപോയപ്പോൾ മോശയെ ദൈവം വിളിച്ചു. സീനായ് പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഇസ്രായേൽ ജനം താഴെ നിന്ന് പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണ്ട. നീ ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചവരെ പോലെയാകും. അതുകൊണ്ട് നിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണ്ട. പിന്നെ ആരുടെ ശബ്ദം കേട്ടാൽ മതി? മോശയിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാൽ മതി. നോക്കുക, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ആ വെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്ന ശബ്ദം പോലെയാണ്. മിന്നലുകൾക്ക് സമാനമായ ശബ്ദമാണ്. നാം പിന്നീടും വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ശക്തിയോടെ മുഴങ്ങുന്ന ശബ്ദമാണ്. അത് മാത്രമല്ല, മഹിമയോടെ മുഴങ്ങുന്ന ശബ്ദമാണ്. ദേവദാരുക്കളെ തകർക്കുന്നതായ ശബ്ദമാണ്. അഗ്നിജാലകളെ പിളർക്കുന്നതായ, ചിന്തിക്കുന്നതായ ശബ്ദമാണ്. ആ ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് മരുഭൂമിയെ നടുക്കുന്നതായ ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ദൈവത്തിന്റെ ശബ്ദത്തെയാണ് അന്ന് നട്ടുച്ച നേരത്ത് ശൗൽ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ ശൗൽ ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ നിലത്തു വീണു. ഈ ദൈവത്തെ, കർത്താവിനെ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് നാം ഈ 9-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം ശൗൽ കേട്ടു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, ദൈവം ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ലഘുലേഖകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ശൗല് കേട്ടതായ അതേ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പുനർവിചിന്തനം നമുക്ക് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോടും സ്നേഹിതന്മാരോട്, സഹോദരി സഹോദരന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രിയിൽ നമുക്ക് ചോദിക്കാം, ദൈവമേ, അങ്ങയുടെ ശബ്ദം വ്യക്തിപരമായി എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ കൂടി നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, അനേക വർഷങ്ങളായി ദൈവത്തിന്റെ സഭയിൽ ഞാൻ കടന്നു വരുന്നവരാണ്. അനേക നാളുകളായി ദൈവത്തിന്റെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ ഓരോരുത്തരും? അങ്ങനെയെങ്കിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഇടപെടുകയാണ്. ശൗല് കേട്ടതായ അതേ ശബ്ദം തന്നെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോടും ഇടപെടുകയാണ്. ആ ശബ്ദത്തിന്റെ 1-ാമത്തെ പ്രത്യേകത അതിങ്ങനെയാണ്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്, ആകാശത്തിൽ നിന്നും വന്ന ശബ്ദമാണ്. 2-ാമത്തെ പ്രത്യേകത അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. നാം 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ശൗലിന്റെ അരികിലേക്ക് അയക്കുകയാണ്. ഈ അനന്യാസിനെ സംബന്ധിച്ച് ശൗലിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അനന്യാസ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ അവന്റെ അരികിലേക്ക് പോകും? അവൻ സഭയെ മുടിച്ചവനാകുന്നു എന്ന് നാം അവിടെ കാണുന്നുണ്ട്. അതായത് അനന്യാസ് പറയുകയാണ്,
എന്നാൽ അനന്യാസിനെ ദൈവം അയക്കുകയാണ്. എങ്ങോട്ട് അയക്കുകയാണ്? ഈ ശൗലിന്റെ അരികിലേക്ക് അയക്കുകയാണ്. ഈ ശൗലിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അനന്യാസ് ഒരിക്കലും ഈ ശൗലിനെ കണ്ടിട്ടില്ല. എന്നാൽ കർത്താവ് ഒരു അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ എന്താണ്? തർസോസുകാരൻ എന്ന ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവിടെ ഒരു അടയാളമാണ് നമുക്ക് കാണുന്നത്. അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ പ്രാർത്ഥിക്കുകയാണ്. ശൗല് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിന്നീട് നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശൗല് കേട്ടതായ ശബ്ദത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ ശബ്ദമാണ്. ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ ശബ്ദമാണ്. നോക്കുക, ശൗലിനെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തിയത്? നാം വായിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളതാണ്. അവൻ പ്രാർത്ഥിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നിരിക്കണം. അങ്ങനെ രൂപാന്തരം വരുവാൻ കഴിയാതെ ഈ ശൗലിന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയില്ല. അനേക നാളുകളായി ഈ ന്യായപ്രമാണങ്ങളൊക്കെ അറിയാം ശൗലിന്. എന്നാൽ ഇങ്ങനെ ശൗൽ പ്രാർത്ഥിച്ച് കാണണമെന്നില്ല. എന്നാൽ ഇവിടെ അനന്യാസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്. വീടുതോറും അവൻ ചെന്ന് ക്രിസ്ത്യാനികളെ മുടിച്ചവനാണ് ഈ ശൗൽ. ഈ സുവിശേഷത്തിന് വിരോധമായി നിന്നവനാണ് ശൗൽ. ഈ മാർഗക്കാരായവരെ അന്വേഷിച്ച് അടിക്കുവാൻ പോകുന്നവനാണ് ശൗൽ. എന്നാൽ ഈ ശൗലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ആ വ്യക്തിയുടെ രൂപാന്തരത്തിന്റെ ഒരു ബാഹ്യ പ്രകടനം നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് ഈ ശൗലിനെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട് ഈ ശൗല് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ ശൗലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമാണ് എന്ന് വായിക്കുകയാണ്. എന്തൊക്കെയാണ്? അവൻ ദൂഷകനാണ്, അവൻ ഉപദ്രവിയാണ്, അവൻ നിഷ്ഠൂരകനാണ് എന്ന് നാം വായിക്കുകയാണ്. അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപികളിൽ ആരാണ് രണ്ടാമനെന്നാണോ പറയുന്നത്? അല്ലെ പാപികളിൽ ഒരുവനെന്നാണോ പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? ഈ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ശൗലിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ സ്നേഹിതരെ, ഈ പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി അനേക പാപ പ്രക്രിയകൾ ചെയ്തതാണ്. സഭയെ മുടിച്ചവനാണ്, അവൻ ദുഷ്ടനാണ്, ഉപദ്രവിയാണ്, അവൻ നിഷ്ഠൂരനാണ്. അനേക പാപത്തിന്റെ സുഖങ്ങളിലൂടെ ഈ ശൗൽ കടന്നുപോയതിന് ശേഷം പറയുകയാണ്, ഈ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം എന്താണ്? എല്ലാവരും പാപികളാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? അവൻ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. രൂപാന്തരപ്പെട്ടു. അവൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രൂപാന്തരത്തിന്റെ ബാഹ്യ പ്രകടനമായി അവൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് വളരെ വിനയമായി ഞാൻ ഇന്ന് രാത്രിയിൽ ചോദിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിന് രൂപാന്തരം വന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരപ്പെട്ടവരാണോ നിങ്ങൾ ഓരോരുത്തരും? ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തോട് ഒന്ന് ചോദിക്കേണ്ട ചോദ്യം, എന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി ജീവിതത്തിനൊരു രൂപാന്തരം വരികയില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ് എന്ന് പറഞ്ഞാൽ, ഈ പഴയ നിയമത്തിന്റെ താളുകളെ എനിക്കറിയാം. ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ചവനാണ്. ന്യായപ്രമാണത്തിന്റെ അനേക തത്വസംഹിതകളെ, ഉപദേശ വിഷയങ്ങളെ ഈ അപ്പോസ്തലനായ പൗലോസ്
പൗലോസിനറിയാം. അതുകൊണ്ട് പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്, ഞാനൊരു പരീശനാണ്. എന്നിരുന്നാൽ പോലും പൗലോസ് പറയുകയാണ്, തന്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു രൂപാന്തരം വന്നിട്ടില്ല, ഒരു പരിവർത്തനം വന്നിട്ടില്ല. യഹൂദ മതത്തെ നന്നായി പഠിച്ചവനാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നന്നായി അറിയുന്നവനാണ്. ഈ നിലയിലുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടും തന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിദ്യാസമ്പന്നരായിരിക്കാം, നിങ്ങൾ പഠിപ്പുള്ളവരായിരിക്കാം, എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവം ഇടപെടുകയാണ്. എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രൂപാന്തരം, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു രൂപാന്തരം വന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസം ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുകയില്ല. ഞാൻ പറയാം, സമകാലിക വർത്തമാനത്തോട് ഞാൻ തുലനം ചെയ്തു പറയാം. ഇന്നത്തെ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളിലേക്കൊക്കെ നോക്കുക, എത്രയൊക്കെ ഹീനകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നതായ പ്രവണതകളെ നാം നോക്കുമ്പോൾ മൂക്കിന്റെ അറ്റത്ത് നാം കൈവച്ചു പോകും. കാരണം നശിച്ചു പോകുന്ന ഈ ഒരു തലമുറയാണ് ഇന്നിന്റെ ലോകത്തുള്ളത്. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? ബാംഗ്ലൂരിൽ ഒരു യൗവനയുക്തനായ ചെറുപ്പക്കാരനെ തന്റെ സഹപാഠികൾ ആക്രോശിച്ചു കൊന്നുകളഞ്ഞു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുമോ? ഇല്ല. പൗലോസ് പറയുകയാണ്, വിദ്യാഭ്യാസത്തിന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇനി കുടുംബജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എബ്രായനായ ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കുലം എന്ന് പറയുന്നത്, എന്റെ ഗോത്രം എന്ന് പറയുന്നത്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. എനിക്ക് എബ്രായ ഭാഷ നന്നായി അറിയാം, എബ്രായ ആചാര അനുഷ്ഠാനങ്ങൾ എനിക്കറിയാം. അത് മാത്രമല്ല, ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ചവനാണ്. എന്റെ ചോരത്തുള്ളികൾ പരിശോധിച്ചാൽ എനിക്ക് എബ്രായ രക്തമാണെന്ന് ശൗൽ പറയും. അത് മാത്രമല്ല, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് രംഗപ്രവേശനം ചെയ്തത് ഇതേ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ്. എന്നിരുന്നാൽ പോലും പൗലോസ് പറയുകയാണ്, കുടുംബജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. വ്യക്തി ജീവിതങ്ങൾ, കുടുംബങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ സമൂഹത്തിൽ ഞാൻ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, സമൂഹത്തിൽ എന്റെ കുടുംബം മുന്തിയ സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി ഞാൻ പറയട്ടെ, ഈ കുടുംബങ്ങൾക്ക് വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതിനെന്ത് ചെയ്യണം? വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് രൂപാന്തരപ്പെടണം. രൂപാന്തരം എന്ന ആശയം എന്ന് പറയുന്നത്, ഒരു പുഴു പ്യൂപ്പയായതിനു ശേഷം മനോഹരമായ ഒരു ചിത്രശലഭമായി മാറുന്നതാണ് രൂപാന്തരത്തിന് ഒരു സാധാരണമായി നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പുഴു ഒരു പ്യൂപ്പയാകും. പ്യൂപ്പയായതിനു ശേഷമാണ് മനോഹരമായ ചിത്രശലഭമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനും അങ്ങനെയുള്ളതായ ഒരു രൂപാന്തരമാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ കാലം എങ്ങനെയുമായിക്കൊള്ളട്ടെ, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിത്രശലഭത്തെ പോലെ വർണ്ണശബളമായി ചിറകുകൾ വിടർത്തി പറന്നു പോകുന്ന ഈ ചിത്രശലഭത്തെ പോലെ രൂപാന്തരപ്പെടണം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയുക? ഈ സുവിശേഷത്തിലൂടെ മാത്രമേ ഉള്ളൂ.
ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിന് ഒരു രൂപാന്തരം വരികയുള്ളൂ. വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തിയതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. സമൂഹങ്ങളെ രൂപാന്തരപ്പെടുത്തിയതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഒരു കൂട്ടം നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റിയ ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിനൊരു രൂപാന്തരം ആവശ്യമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വർണ്ണശബളമായ ചിറകുകളില്ലാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇതാ സുവിശേഷ സന്ദേശത്തിന് മാത്രമേ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ എനിക്കും അത് തന്നെയാണ് പറയുവാൻ ഉള്ളത്. വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്ദേശം. ഇവിടെ ശൗലിനെ സംബന്ധിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ അവൻ രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, രൂപാന്തരപ്പെട്ടു. ഈ ശൗൽ കേട്ട ശബ്ദത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രൂപാന്തരപ്പെടുത്തിയ ശബ്ദമായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-4 വാക്യങ്ങൾ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നാം അവിടെ വായിക്കുന്നുണ്ട് 3-ാമത്തെ വാക്യം. നിങ്ങൾ സൂക്ഷിച്ച് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് അപ്പോസ്തലനായ പൗലോസിന് മാത്രം ഇടപെട്ടതായ അല്ലെ വെളിപ്പെട്ടതായ ശബ്ദമാണ്. നാം അവിടെ വായിക്കുന്നത് എന്താണ്? ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ആരുടെ ചുറ്റും മിന്നി? ഈ ശൗലിന്റെ ചുറ്റും മിന്നി. പിന്നീട് നാം വായിക്കുന്നത് എന്താണ്? ശൗലേ ശൗലേ, എന്താണ്? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഈ ശബ്ദം ശൗലിനോട് സംസാരിച്ച ശബ്ദമാണ്. ഈ ശബ്ദം ശൗലിനോട് ഇടപെട്ടതായ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ ഈ ശബ്ദത്തിന്റെ 3-ാമത്തെ സവിശേഷത അതിങ്ങനെ ഞാൻ പറയട്ടെ, ഇത് വ്യക്തിപരമായി ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. വ്യക്തിപരമായി ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇടപെട്ടത്? നാം വായിക്കുന്നുണ്ട് 22-ാമത്തെ അധ്യായത്തിൽ. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു വെളിച്ചം ശൗലിന് എതിർപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം ശൗലിനെ എതിർപ്പെട്ടു. നമുക്കറിയാം ഇന്നൊക്കെ ചൂടിന്റെ കാഠിന്യം വളരെ കൂടി വരുന്ന ഒരു സാഹചര്യം. 1 മണിക്കൊക്കെ ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കോട്ടയത്തേക്കൊക്കെ ഒന്ന് വെളിയിലോട്ടിറങ്ങിയാൽ അകത്ത് കയറിയാൽ പറയും, ഓ എന്തൊരു വെയില, ചേർത്ത് പറയും നല്ല ചൂടുവ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വെളിച്ചവ സൂര്യന്. അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന സമയത്ത് ദമസ്കോസിലേക്ക് പോകുകയാ. ചുട്ടു പഴുത്തു നിന്ന സൂര്യനേക്കാൾ കവിഞ്ഞൊരു വെളിച്ചം ആർക്കെതിർപ്പെട്ടു? ഈ ശൗലിന് എതിർപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് ശൗലിനെ വിളിക്കുകയാണ്, ശൗലേ ശൗലേ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും കർത്താവ് അവനെ വിളിക്കുകയാണ്, വ്യക്തിപരമായി വിളിക്കുകയാണ്, ശൗലിനെ തന്നെ വിളിക്കുകയാണ്, ശൗലേ ശൗലേ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഇത് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുന്നതായ സന്ദേശമാണ്. വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്. വ്യക്തി ജീവിതങ്ങളെ ഇടപെട്ട് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശബ്ദമാണ് ഈ ശബ്ദം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കർത്താവിന്റെ ശബ്ദം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം യഥാർത്ഥമായി വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു വ്യക്തി ജീവിതങ്ങളെ വിളിക്കുന്നതാണ്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപമയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുവനൊരു 100 ആട് ഉണ്ടായിരിക്കട്ടെ, 100 ആടുണ്ടായിരിക്കട്ടെ, അതിൽ നിന്ന് ഒരെണ്ണം കാണാതെ പോയാൽ പിന്നെ എങ്ങനെയാ ആ 100 എണ്ണത്തെയും എങ്ങനെയാ കൂട്ടിലടച്ചതിന് ശേഷം തിരിച്ചു വന്ന് തപ്പുവെന്നാണോ? എങ്ങനെയാണ്? ആ 99നെയും ആ മരുഭൂമിയിൽ വിട്ടിട്ട് തിരിച്ചു വന്ന് ഈ കുഞ്ഞാടിനെ തോളിലേറ്റ് വരുന്ന നല്ല ഇടയനെ കുറിച്ച് യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. നശിച്ചു പോകുന്ന, കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ചു പോകുന്ന ശ്രേഷ്ഠ ഇടയൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ, 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഒരു സ്ത്രീയെ സന്ദർശിക്കുന്നുണ്ട്, ശമരിയ സ്ത്രീയെ സന്ദർശിക്കുന്നുണ്ട്. ശമരിയയിൽ യഹൂദന്മാർ ഒരിക്കൽ പോലും പോകുവാൻ നിഷിദ്ധമായിരുന്ന സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമരിയയുടെ വീഥികളിലേക്ക് കടന്നു ചെന്ന് ഈ ശമരിയ സ്ത്രീയെ സന്ദർശിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കല്പം കുടിക്കുവാൻ ജലം തരുമോ? അതിന് ആ സ്ത്രീ പറയുകയാണ്, എങ്ങനെയാണ് എനിക്ക് തരുവാനായിട്ട് കഴിയുന്നത്? അതിനുശേഷം ആ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ വീണ്ടും വീണ്ടും ദാഹിക്കും. എന്നാൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജീവജലത്തിന്റെ നീരുറവ അതിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവജലത്തിന്റെ നീരുറവ കൊടുക്കുവാൻ വന്ന ഒരു രക്ഷിതാവാണ്, ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. അങ്ങനെ എന്നാൽ ഞാൻ പറയട്ടെ, ഈ വ്യക്തി ജീവിതത്തെ ആരെ? ഈ ശമരിയ സ്ത്രീയെ തേടിപ്പോയ, ശമരിയ സ്ത്രീയെ അന്വേഷിച്ചു പോയ കർത്താവായ യേശു ക്രിസ്തു വ്യക്തി ജീവിതങ്ങളെ അന്വേഷിച്ചു പോകുന്ന, വ്യക്തി ജീവികളെ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഈ ശൗലിനോടും വ്യക്തിപരമായാണ് ഈ കർത്താവ് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നത്. വ്യക്തിപരമായി ഇടപെട്ട അനേക വ്യക്തികളെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, ഇതുവരെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതിരുന്ന അബ്രഹാം, ഇങ്ങനെയൊരു ദൈവത്തെ കുറിച്ച് കേൾക്കാതിരുന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഈ ശബ്ദം? അബ്രഹാം കേട്ടപ്പോൾ ആ കേട്ട മാത്രയിൽ അവൻ വിടേണ്ടതെല്ലാം വിട്ടുകൊണ്ട് ഈ സ്വർഗത്തിലെ ദൈവത്തെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശേത്തിന്റെ വംശജനായിരുന്ന അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അവൻ ആ ശബ്ദത്തെ അനുഗമിച്ച് മുൻപോട്ട് പോയി. അബ്രഹാമിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അബ്രഹാം കനാനിൽ പ്രവേശിച്ചു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം വ്യക്തിപരമായി നിങ്ങളെ ഇടപെടുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുവാനും ഈ കർത്താവിന് അറിയാം. ഇവിടെ ശൗലിനെ സംബന്ധിച്ചും അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശൗല് ഈ വ്യക്തിപരമായി ശബ്ദം കേട്ടപ്പോൾ ഈ കർത്താവിന്റെ മുൻപിൽ താൻ അടിയറവ് പറയുവാനായിട്ട് ഇടയായി. എന്നും ഈ അടിയറവ് പറയാതെ മുൻപോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കാലഘട്ടത്തിലും ആ നിലയിൽ വെല്ലുവിളിച്ച് നടന്നവരായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഈ കർത്താവിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഈ കർത്താവിന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ ശബ്ദം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഈ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും ദൈവം വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ഈ വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും, ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ശൗൽ കേട്ടതായ ശബ്ദം എന്ന് പറയുന്നത് വ്യക്തി ജീവിതങ്ങളോട് ഇടപെട്ടതായ, വ്യക്തിപരമായി ഇടപെട്ട ദൈവത്തിന്റെ ശബ്ദമാണ്. നാലാമതായി അതിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-5 വാക്യങ്ങൾ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്
ശൗലിനോട് എതിർപ്പെടുന്നതായ കർത്താവിന്റെ ശബ്ദമാണ്. ഇവിടെ കർത്താവിനോട് പറയുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗൽ ചോദിക്കുകയാണ്. ഈ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം ശൗൽ കേട്ടപ്പോൾ, ഈ ശബ്ദം ശൗൽ കേട്ടതിന്റെ നാലാമത്തെ പ്രത്യേകത നമുക്കതിങ്ങനെ പറയാം: ശൗലിനെ രക്ഷയിലേക്ക് നയിച്ച ദൈവത്തിന്റെ ശബ്ദമാണ്. ശൗലിനെ രക്ഷയിലേക്ക് നയിച്ച ദൈവത്തിന്റെ ശബ്ദമാണ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ നാലാമത്തെ വാക്യത്തിൽ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട മാത്രയിൽ ശൗല് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ആരാകുന്നു? എന്താണ്? കർത്താവ്. നീ ആരാകുന്നു കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർത്താവ് ശൗലിന്റെ മുൻപിൽ പ്രത്യക്ഷനായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് ഈ ശൗലിന്റെ മുൻപാകെ നിൽക്കുന്നത്. ഈ ശൗലിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ശൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവ്? നീ ആരാകുന്നു കർത്താവ്? അങ്ങനെയെങ്കിൽ ശൗൽ എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിന്റെ പ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. നാം വായിക്കുന്നത് എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത് രക്ഷയ്ക്കുള്ള പ്രമാണം. ഒന്ന്, നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചുവെന്ന് മാത്രമല്ല, നീ അത് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്താണ് ഏറ്റുപറയേണ്ടുന്നത്? മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു, ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും അത് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്നതാണ് പൗലോസ് പറയുന്നത്. ഇവിടെ നോക്കുക, അപ്പോസ്തല പ്രവർത്തികൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ശൗൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ആരാകുന്നു? നീ ആരാകുന്നു കർത്താവ്? നീ ആരാകുന്നു കർത്താവേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് ഈ ശൗൽ കാണുവാനായിട്ട് ഇടയായി. അത് തന്നെയാണ് ഒരു പ്രമാണം എന്ന് പറയുന്നത്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ കർത്താവ് പിന്നീട് ശൗലിന് പ്രത്യക്ഷനാകുകയില്ല. കല്ലറയ്ക്കുള്ളിൽ ഈ കർത്താവ് ഒതുങ്ങിയില്ല. പിന്നീട് എന്തായി? ഈ ശൗലിന് പ്രത്യക്ഷനായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അത് മാത്രമല്ല, പ്രത്യക്ഷനായ മാത്രയിൽ ശൗൽ വിളിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് കർത്തൃത്വം ചെയ്യുന്നവനാണ്. വ്യക്തി ജീവിതങ്ങളെ കർത്തൃത്വം ചെയ്യുന്നവനാണ്. ശൗലിന്റെ ജീവിതത്തെ കർത്തൃത്വം ചെയ്യുവാൻ പോകുന്നവനാണ്. അതുകൊണ്ട് ശൗല് പറയുകയാണ്, അവൻ കർത്താവാണ്, അവൻ കർത്താവാണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ രക്ഷകനാണ്, അവൻ യേശു കർത്താവാണ്. ഈ കർത്താവിനെ കണ്ട മാത്രയിൽ, ഈ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ ഈ ശൗൽ വീണ് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഉച്ചൈസരം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത്, ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി വേറെ ഒരു വചനമില്ല, വേറെ ഒരു വ്യക്തിയില്ല, അത് നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവിന് സ്തോത്രം. ഈ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ മാനവകുലത്തിനൊരു രക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ഇത്ര ആവേശം, ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഇത്ര ആവേശം. കാരണം എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷ കരസ്ഥമാക്കി തന്ന ഒരു നസ്രയത്തുകാരൻ. അവൻ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന് രക്ഷ നൽകിയത്?
എങ്ങനെയാണ്? ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരണം അനുഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ആ രാത്രിയിൽ പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ ഈ കർത്താവ് ഗെത്സമന പൂങ്കാവനത്തിൽ ആയിരുന്നപ്പോൾ പടയാളികൾ കടന്നു വന്ന് ഈ കർത്താവിനെ പിടിച്ചു കൊണ്ടുപോയി അന്നത്തെ റോമ ഗവർണർ ആയിരുന്ന പന്തിയോസ് പീലാത്തോസ് അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ വേദനാജനകമായ ഒരു മരണം അനുഭവിച്ചു. അവൻ വേദനകൾ അനുഭവിച്ചു. അവൻ ശാപങ്ങൾ ഏറ്റുവാങ്ങി ബെത്ലഹേം പുരി മുതൽ കാൽവറിയുടെ ക്രൂശോളം നടന്നുപോയി. നാം വായിക്കുന്നത് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ റോമ പടയാളികൾ അവനെ ആഞ്ഞടിച്ചു. മർക്കിടക മുഷ്ടിയുടെ പ്രഹരങ്ങളാൽ ഈ കർത്താവ് ഏറ്റവും വലഞ്ഞിരുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആർക്കെങ്കിലും എന്നെ കണ്ട് സഹതാപം തോന്നുമോ എന്ന് നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. സഹതാപത്തിന്റെ കണ്ണുകളെ കർത്താവ് കണ്ടില്ല. ആ കാൽവറിയുടെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ, ആകാശത്തിന് ഭൂമിക്കും മധ്യേ ദിഗംബങ്ങൾ ഭേദിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അലറി വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ആ ശബ്ദം എങ്ങനെ നിങ്ങൾക്ക് കേൾക്കാതെ പോകുവാനായിട്ട് കഴിയും? നിങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ ക്രൂശിൽ വേദനകൾ അനുഭവിച്ചു മരിച്ച ഈ ലോകത്തിലെ രക്ഷകൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷകനായി തീർന്നത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ വളരെ വിനയമായി ചോദിക്കട്ടെ, ഈ കർത്താവിന്റെ രക്ഷ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാ ശൗലിന് എതിർപ്പെട്ടതായ ദൈവത്തിന്റെ ശബ്ദം. ആ ശബ്ദത്തെ കുറിച്ച് ശൗല് തന്നെ പറയുകയാണ്, എന്റെ ജീവിതത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ആ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ആ കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകുവാനായിട്ട് കഴിയും. ആ ശൗൽ കേട്ടതായ ശബ്ദം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തെ വ്യക്തിപരമായി ഇടപെട്ടു എന്ന് മാത്രമല്ല, തന്റെ ജീവിതത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. അഞ്ചാമതായി, അവസാനമായി, ഈ പൗലോസ് ശൗൽ കേട്ടതായ ഈ ശബ്ദത്തിന്റെ അവസാനത്തെ പ്രത്യേകത, അതിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. അവിടെ നാം വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെ അഥവാ ശൗലിനെ കുറിച്ച് അനന്യാസിനോട് കർത്താവ് പറയുകയാണ്. നാം അവിടെ വായിക്കുന്നത് എന്താണ്? അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആണ് എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അനന്യാസിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്ത ഒരു ഭൃത്യനാണ്, ഞാൻ തിരഞ്ഞെടുത്തവനാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ശൗൽ കേട്ടതായ ശബ്ദത്തിന്റെ 5-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവനെ തെരഞ്ഞെടുത്തതായ ഒരു ശബ്ദമാണ്. തെരഞ്ഞെടുത്തതായ ഒരു ശബ്ദം. കർത്താവ് ശൗലിനെ തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനിടെ പറഞ്ഞു, ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നവനാണ് എന്ന് പറഞ്ഞാൽ അവൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ശൗൽ. ഇതേ ശൗൽ അപ്പോസ്തലനായ പൗലോസ് ആയപ്പോൾ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, തിമത്യോസേ, എന്റെ മകനായ തിമത്യോസേ, നീ നല്ലൊരു പാത്രമായിരിക്കുക,
അതിന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്തു? ഈ ശൗലിനെ തിരഞ്ഞെടുത്തുവെന്ന് മാത്രമല്ല, തിമത്യോസിനെ തിരഞ്ഞെടുത്തു. തിമത്യോസിനെ മാത്രമല്ല, മാനവകുലത്തെ തന്നെ അവൻ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കാരണം എന്താണ്? എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? പാപത്തിൽ നിന്നും മനുഷ്യനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് സവിശേഷതയാണുള്ളത്? എന്ത് സവിശേഷതയാണ്? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതിന് പത്രോസ് പറയുകയാണ്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ്? ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ ക്രൂശിൽ ഒരു നിണമൊഴുകുവാനിടയായി, ഒരു ചോര തുള്ളികൾ ചിതറുവാനായിട്ടിടയായി. ആ ചോരത്തുള്ളികളിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു, അവന്റെ രക്തത്താൽ തിരഞ്ഞെടുക്കുവാനിടയായി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവൻ വേദന അനുഭവിച്ചവനെങ്കിലും, അവന്റെ രക്തങ്ങൾ ഒഴുകിയെങ്കിലും, ആ ചങ്കിൽ നിന്ന് ഊറി വന്ന രക്തം മാനവകുലത്തിന്റെ പാപത്തെ മോചിച്ചുകൊണ്ട് മാനവകുലത്തെ തിരഞ്ഞെടുത്തതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ചുവെങ്കിലും മരണത്തിന്റെ ശിലകളെ ഭേദിച്ചുകൊണ്ട് റോമ പടയാളികളുടെ മുദ്രയെ, ഈ തത്വത്തിന്റെ മുദ്രയായവൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവൻ തുങ്കപ്രതാപത്തോട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! അതേ കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് എമ്മിച്ചെറിയാൻ സാർ എഴുതി വെച്ചത്, ഉലക മഹാന്മാരുടെ കല്ലറകൾ അഖിലവും അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീന്റെ വിരിമാറിൽ തുറന്നു കിടക്കപ്പെടുന്നതായ ഒരു കല്ലറ അത് ഈ നസ്രയത്തുകാരന്റെയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. ആ കർത്താവ് ശൗലിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വിനയമായി ചോദിക്കുകയാണ്, ഈ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയിലും സഭയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും വീണ്ടും നമസ്കരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഹൃദയത്തിൽ നിന്ന് ചോദിക്കട്ടെ, ഈ രക്ഷകനെ അറിയേണ്ടുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ രക്ഷകൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ഹൃദയ പരിശോധന ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് വളരെ മൗനമായി നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കാം, ഈ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അവിടുത്തെ രക്തം കാൽവറിയുടെ ക്രൂശിൽ ചൊരിഞ്ഞു, അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. നാം വായിക്കുന്നത്, അവന്റെ നിണത്താൽ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുമുള്ളവരെ ഈ കർത്താവ് വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ മുൻപിലുള്ളതായ ചോദ്യം എന്ന് പറയുന്നത്, ഈ കർത്താവിനാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കർത്താവ്, അങ്ങനെയല്ല എങ്കിൽ ഈ കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവിനാൽ രക്ഷ സാധ്യമാക്കി തന്നിരിക്കുകയാണ്. നിങ്ങൾ എങ്ങും പോകേണ്ടുന്നതായ ആവശ്യമില്ല, ആർക്കും ഒരു നയാ പൈസ കൊടുക്കേണ്ടുന്നതായ കാര്യമില്ല, ഒരു പള്ളിയിലും ചെല്ലേണ്ടതായ കാര്യമില്ല, ഈ ചിറ്റിക്കോണം സഭയിലേക്കും വരണമെന്ന കാര്യമല്ല. പിന്നെ എന്താണ്? നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടുന്നതായ ആവശ്യമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, പ്രിയ സഹോദരി സഹോദര, കർത്താവിന്റെ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ കർത്താവിന്റെ രക്തത്താൽ ഈ ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ശൗൽ ഈ ശബ്ദം കേട്ടു, ശൗൽ ഈ ശബ്ദം കേട്ടു. അതേ ദൈവം തന്നെ നമ്മയും വിളിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദത്തിൽ തന്നെ നാം അത് കേൾക്കുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് ആ ശബ്ദം അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാ ശൗലിനെ രൂപാന്തരപ്പെടുത്തിയതായ ശബ്ദം.
ശൗലിനെ ആകാശത്തിൽ നിന്നും കേട്ടതായ ഒരു ശബ്ദം. അതുമാത്രമല്ല, ശൗലിനെ വ്യക്തിപരമായി ഇടപെട്ടതായ ശബ്ദം, അവനെ രക്ഷയിലേക്ക് നയിച്ചതായ ശബ്ദം. അതുമാത്രമല്ല, അവനെ തിരഞ്ഞെടുത്തതായ ശബ്ദം. ഇന്ന് രാത്രിയിൽ നമുക്ക് സൗമ്യമായിരിക്കുമ്പോൾ നമ്മുടെ തലകളെ ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് താഴ്ത്താം. നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ഇടപെട്ട വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ ശൗൽ കേട്ടതായ ശബ്ദം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതായ ശബ്ദമാണ്. ആ ശബ്ദമാണ് ഞങ്ങളെയും വിളിക്കുന്നത്. കർത്താവേ, ഇന്നാരെങ്കിലും ആ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, ആ രക്ഷ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതാ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഈ രക്ഷകന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ മനസ്സുണ്ടോ? കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് കാൽവറിയുടെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് താങ്കൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റു പറയുകയും കഴിയുമോ? അങ്ങനെയെങ്കിൽ ഈ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ നിലയിൽ ദൈവത്തിന് സുന്ദരമായ ഒരു ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന രാത്രിക്കായിട്ട് നന്ദി കർത്താവേ. ഇവിടെയുള്ള സ്ഥലസഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, ഈ ദേശത്തോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവേ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ലോകം തരാത്ത സമാധാനം കർത്താവ് ഞങ്ങൾക്ക് നൽകി, അതിനായിട്ട് നന്ദി കർത്താവെ. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന് ഏതൊരു സമാധാനവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. യുദ്ധത്തിൻ്റെ പോർവിളികളൊക്കെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഇത് എത്ര നാളിങ്ങനെ തുടരും എന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. എന്നാൽ അവിടുന്ന് പറഞ്ഞു, മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുവാൻ അവിടുത്തെ വചനം ഞങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വരവേറ്റും ആസന്നമായിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. അങ്ങനെ ഇന്ന് രാത്രിയിലും കർത്താവെ, ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഈ സ്ഥലസഭയെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ആവശ്യഭാരവുമായി കടന്നു വന്നവരിന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവെ, അവിടുന്ന് ആശ്വാസം നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അനേക രോഗികൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഒരു മനുഷ്യനെ പോലും നിരാശനായി മടക്കി വിടാതെ അവിടുന്ന് സൗഖ്യം നൽകി സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചതായി തിരുവെഴുത്ത് ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ രോഗികളായി കടന്നു വന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ആശ്വാസവും നൽകി അവരെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റ് നീറുന്ന പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടവരുണ്ടെങ്കിൽ കർത്താവെ, അവരെയൊക്കെ ഓർക്കണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ ദാസന് ദൈവം വചനം നൽകി അവിടുന്ന് ആദരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ മുടിച്ചു വന്ന ആ കർത്താവെ, ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് അവിടുന്ന് ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് വിളിക്കുമ്പോൾ, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിളിക്ക് കർത്താവ് അവിടെ കീഴ്പ്പെടുകയും പിന്നത്തതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, ദൈവസഭയ്ക്ക് കർത്താവെ പ്രയോജനമുള്ള ഒരു ദാസനായിട്ട് മുമ്പോട്ട് വരുന്ന പൗലൂസിനെയാണ് ഞങ്ങൾക്ക് കാണുവാനായി കഴിയുന്നത്. കർത്താവെ, ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ അവിടെ ദാസന് അവിടുന്ന് കൃപ നൽകി അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും തന്നെ ധാരാളം അനുഗ്രഹിക്കണമേ.
അവിടെ നയിക്കുന്നിടത്തൊക്കെ ചെന്ന് കർത്താവിനെക്കുറിച്ച് കർത്താവ് ഉയർത്തുവാൻ ആവശ്യമായ കൃപ എൻ്റെ മകന് നൽകി കർത്താവ് സഹായിക്കണം. ഇവിടെയുള്ള സ്ഥലസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടി വരുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ആളാളായി, പേരുപേരായി, കുടുംബങ്ങളായി എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പഠിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കൃപയും നൽകണമേ. കർത്താവെ, ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ, ഇവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് കർത്താവ് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ കടന്നു വന്നിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം അവിടുത്തെ മുമ്പാകെ ഇരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ കാണിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച വചനം കർത്താവെ കേട്ടപ്പോൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ കർത്താവെ, പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി ഇവിടം വിട്ടുപോകുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വീണ്ടും വരുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവോട് കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആശീർവാദം ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും ലോകമെങ്ങുള്ള വിശുദ്ധന്മാരോടും അവിടുത്തെ കൃപ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരയണമേ.